സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡ്ജറ്റ് മാസ്റ്റർ. ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് സിനിമയുടെ ഒരു ഫുൾ ട്രെയിലർ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സിനിമയുടെ കഥ എന്താണ് എന്നുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ബേസിക് പ്ലോട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എല്ലാം നമുക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കം. അനുമതി നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് സിനിമയുടെ ആ ഒരു പശ്ചാത്തലം മുഴുവനും പഴയ കാലഘട്ടം തന്നെയാണ്. പഴയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970s 80s കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ഒരു കഥയാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ അത് നമ്മുടെ എർത്തിലായിരിക്കത്തില്ല, മറിച്ച് മറ്റൊരു യൂണിവേഴ്സിലായിരിക്കും, ഒരു ഓൾട്ടർനേറ്റീവ് എർത്തിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കുറെ കൂടി അഡ്വാൻസ് ആവാൻ ചാൻസ് കുറെ അധികം കൂടുതലാണ്. അഥവാ നമ്മുടെ കാലഘട്ടത്തിൽ, അഥവാ നമ്മുടെ എർത്തിൽ 2000-ലോ അല്ലെങ്കിൽ 2000-ന് ശേഷമോ വന്നിട്ടുള്ള പല ടെക്നോളജികളോ അല്ലെങ്കിൽ പല അഡ്വാൻസ്മെന്റുകൾ നമുക്ക് ഈ ഒരു സിനിമയിൽ ഈ ഒരു കാലഘട്ടത്തിലെ കാണാൻ സാധിക്കും. കാരണം അവിടുത്തെ മനുഷ്യർ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിയും രീതിയും കുറേയധികം മാറ്റങ്ങൾ കാണും. ഇത് മാത്രമല്ലാതെ സിനിമയുടെ ഡയറക്ടർ ഇപ്പോഴേ പറഞ്ഞിട്ടുള്ളത് അധികം ഈസ്റ്റർ എഗുകൾ ഈ ഒരു സിനിമയിൽ കാണില്ല എന്നുള്ളത് തന്നെയാണ്. അഥവാ നമ്മുടെ യൂണിവേഴ്സിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലായി എന്നതുകൊണ്ട് തന്നെ ട്രെയിലർ ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ദ നെഡ് ഗിൽബർട്ട് ഷോ എന്ന് പറയുന്ന ഒരു ഇവന്റ് തന്നെയാണ്. ആ ഒരു ഷോയിലൂടെ ഫാന്റാസ്റ്റിക് ഫോറിനെ അവതരിപ്പിക്കുന്നു. ഓൾറെഡി പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ നോർമലി കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെ, അഥവാ കോമിക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ സ്പേസിൽ പോകുന്നു, എന്തോ ഒരു പർട്ടിക്കുലർ ഇവന്റ് നടക്കുന്നു, ആ കാരണത്താൽ അവർക്ക് പവറുകൾ ലഭിക്കുന്നു. ആ ഇവന്റ് എന്താണ് എന്നുള്ളതും ഇതുകൂടാതെ ആ ഇവന്റ് എങ്ങനെയാണ് മേ ബി ഈ ഒരു സിനിമയിൽ ഇവരെ അല്ലെങ്കിൽ ഇവരുടെ എർത്തിനെ ബാധിക്കാൻ പോകുന്നതും എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത്. എന്തെന്നാലും ഒരേ ഉറപ്പാണ്, ട്രെയിലറിൽ നമ്മൾ കാണുന്നതും ഇതുകൂടാതെ സിനിമയിൽ അവർ കാണുമെന്ന് പറഞ്ഞ ആ ഒരു കഥയും എല്ലാം ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ ഒരു വശം മാത്രമായിരിക്കും. ഈ സിനിമയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർ ഡൂം എന്ന കഥാപാത്രത്തിനെ കൊണ്ടുവരിക, ഫാന്റാസ്റ്റിക് ഫോറിനെ മെയിൻ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എർത്ത് 616ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശേഷം അവരുടെ ആ ഒരു കഥ കാണുന്നു. 4 ആസ്ട്രോനോട്ട്സ് സ്പേസിൽ പോകുന്നു. എന്നാൽ അവർ തിരിച്ചു വരുന്നത് ശക്തിയുള്ളവരായിട്ട്. ശേഷം കുറേയധികം അവരുടെ ആരാധകരെ കാണിക്കുന്നു. അഥവാ ഇപ്പോഴേ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട്. ദ തിങ് കുട്ടികൾക്ക് വേണ്ടി കാറും മറ്റും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ശേഷം അവരുടെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ ഹീറോ ടീമിനെ ഇവിടെ അവർ ആഘോഷിക്കുന്നു. ശേഷം ട്രെയിലർ ആരംഭിക്കുന്നു. ഫാന്റാസ്റ്റിക് ഫോറിന്റെ ബാസ്റ്റർ ബിൽഡിംഗ് കാണുന്നു. തുടർന്ന് നമ്മൾ ആദ്യ ട്രെയിലറിൽ കണ്ട അതേ കാഴ്ചകൾ കാണുന്നു. ഹെർബിയെ കാണിക്കുന്നുണ്ട്. ബേസിക്കലി ഹെർബി അല്ലെങ്കിൽ കോമിക്സിൽ നോക്കുകയാണെങ്കിൽ ഹെർബി എന്ന ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു റോബോട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗാലക്ടസിനെ സ്പോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗാലക്ടസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മേ ബി ഈ ഒരു സിനിമയിലും ഹെർബിക്ക് അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ കാണാനും ചാൻസ് കൂടുതലാണ്. എന്നാൽ പോലും ഇപ്പോൾ ഇവരുടെ ഒരു പ്രൈവറ്റ് സെർവന്റ് അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറിനെ പോലെ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നു. നോർമലി വീക്കെൻഡ്സിൽ ഇവർ ഒരു ഡിന്നർ ഒരുമിച്ച് കൂടാറുണ്ട്. അത്തരത്തിലുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിനൊരു പ്രത്യേകതയുണ്ട്. സൂ പ്രഗ്നന്റ് ആണ് എന്നുള്ള വിവരം ഫാന്റാസ്റ്റിക് ഫോർ എന്ന ആ ഒരു ഫാമിലി അറിയുന്നു. തീർച്ചയായിട്ടും സോ അതോടെ തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് മറ്റാരും തന്നെ ആയിരിക്കത്തില്ല, ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് എന്ന ഇവരുടെ മകൻ തന്നെയായിരിക്കും. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മാർവൽ കോമിക്സിൽ തന്നെ എക്കാലത്തെയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം, കുറേ അധികം പവർഫുൾ ആയിട്ടുള്ളത്. സോ അതോടെ തന്നെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് ഈ ഒരു സിനിമയിലേക്ക് വരുമോ അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. ഒരേ ഉറപ്പാണ്, മേ ബി ഈ ഒരു സിനിമയിൽ ഗാലക്ടസിന്റെ വരവ് പോലും ഫ്രാങ്ക്ലിൻ റിച്ചാർഡുമായി ബന്ധപ്പെട്ടിരിക്കാം. കാരണം കോമിക്സിൽ അത്തരത്തിലൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്തായി ഡീറ്റെയിൽ ആയിട്ട് പറയാം. തുടർന്ന് ഈ ട്രെയിലർ മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ കാണുന്നു. അവർ ഒരു ബാൽക്കണിയിലായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് ആകാശത്തായിട്ട് എന്തോ ഒരു സ്ഫോടനം പോലെ കാണുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്, അഥവാ സിൽവർ സർഫർ. എന്നാൽ സിൽവർ സർഫറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇവിടെ ലേഡിയാണ്. അഥവാ ഇത് സിൽവർ സർഫർ നോറിൻഡാഡ് അല്ല, മറിച്ച് ഷല്ലാബാലാണ്. മാർവൽ കോമിക്സിൽ സിൽവർ സർഫർ ലേഡിയായിട്ട് വന്നപ്പോൾ ഷല്ലാബാലായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതും ഗാലക്ടസിന്റെ ഹെറാൾഡ് തന്നെയാണ്. എന്നാൽ മാർവൽ കോമിക്സിൽ ഒരു ലേഡി സിൽവർ സർഫറിനെ കൊണ്ടുവന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഗാലക്ടസ് നോർമലായിട്ട് ഉണ്ടായിരുന്നതല്ല, മറിച്ച് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് ഉണ്ടാക്കി വിട്ട ഒരു ഗാലക്ടസ് ആയിരുന്നു ആ സമയത്ത് വന്നിരുന്നത്. ആ ഗാലക്ടസിന്റെ ഹെറാൾഡായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഷെല്ലാബലാണ്, അഥവാ ലേഡി സിൽവർ സർഫർ നോറിൻഡാഡ് അല്ല. ഇത് തന്നെയാണ് ഞാൻ മുൻപേ തന്നെ പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് അത്രമാത്രം പവർഫുൾ ആണ്. കയ്യിൽ സ്വന്തമായിട്ട് ഒരു ഗാലക്സിയെ പോലും ഹോൾഡ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം. ശേഷം സിൽവർ സർഫർ ഇവിടേക്ക് വരികയും നിങ്ങളാണോ ഇവിടുത്തെ പ്രൊട്ടക്ടേഴ്സ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരേ ഉറപ്പാണ്, ഈ യൂണിവേഴ്സിൽ സൂപ്പർ ഹീറോസ് ആയിട്ട് ഇവർ മാത്രമേ ഉള്ളൂ. തുടർന്ന് കഥാപാത്രം പറയുകയും ചെയ്യുന്നു, നിങ്ങളുടെ ഈ ഒരു പ്ലാനറ്റ് നശിക്കാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗാലക്ടസ് വരാൻ പോകുന്നു. അഥവാ ഗാലക്ടസ് വരുന്നതിന് മുൻപേ തന്നെ സിൽവർ സർഫർ ആ ഒരു പ്ലാനറ്റ് വന്ന് നോക്കുകയും ശേഷം ഗാലക്ടസ് വന്ന് ആ ഒരു പ്ലാനറ്റിലുള്ള മുഴുവൻ എനർജി അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മുഴുവൻ കൺസ്യൂം ചെയ്ത് ആ പ്ലാനറ്റിനെ നശിപ്പിക്കും. ഇതാണ് ഗാലക്ടസിന്റെ നോർമലി ഉള്ള രീതി. ഇത് തന്നെയാണ് ഇവിടെ സിൽവർ സർഫർ ഉദ്ദേശിക്കുന്നതും ശേഷം ഇവിടെ വന്നതുകൊണ്ടും. എന്നാൽ സിൽവർ സർഫർ തിരിച്ചു പോകുമ്പോൾ ഹ്യൂമൻ ടോർച്ച് പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ ഔട്ടർ സ്പേസിലേക്ക് എത്തിയപ്പോൾ തന്റെ ആ ഒരു പവർ നഷ്ടപ്പെട്ടു. കാരണം അവിടെ ഓക്സിജൻ ഇല്ല എന്നതോടെ തന്നെ. എന്നാൽ സിൽവർ സർഫറിനെ പിടിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അതിനും നടക്കുന്നില്ല. ഈ
സമയത്തെല്ലാം നമ്മൾ കാണുന്നത് എന്താണോ പഴയ ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമകളിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള സിൽവർ സർഫറിന്റെ ആനിമേഷൻ അത് തന്നെയാണ് ഈ ഒരു സിനിമയിലും അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന സിനിമയിലും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ കേൾക്കുന്നത് റിച്ചാർഡിന്റെ ശബ്ദമാണ്. അഥവാ ഹ്യൂമൻ ടോർച്ച് താഴേക്ക് വീഴാൻ പോകുന്ന ആ ഒരു അവസരത്തിൽ റിച്ചാർഡ് പറയുന്നത് ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ സ്പേസിന്റെ ആ ഒരു ബൗണ്ടറി കടന്നുപോയി എന്നതോടെ തന്നെ. സോ അതോടെ തന്നെ ഒരേ ഉറപ്പാണ് ഇവിടെ ഇപ്പോൾ ഗാലക്ടസിന്റെ വരവിന് പിന്നിലും റിച്ചാർഡിന് എന്തോ പങ്കുണ്ട്. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗാലക്ടസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു കാരണത്തോടെ തന്നെയാണ്. നോർമലി കൺസ്യൂം ചെയ്യാൻ വരും, എന്നാൽ പോലും ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഫാന്റാസ്റ്റിക് ഫോറിന് തന്റെ പവർ കിട്ടിയത് കൊണ്ട് കാരണമാകാം. കാരണം ഇവർ സ്പേസിൽ പോയി പവർ ലഭിച്ചു. റിച്ചാർഡ് കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പുള്ളി ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാലോ അറിഞ്ഞു കഴിഞ്ഞാലോ അത് ചെയ്യാൻ വളരെയധികം ക്യൂരിയസ് ആണ്. സോ അതോടെ തന്നെ ഇവർക്ക് പവർ കിട്ടാനുള്ളതിനും കാരണം ഒരു പരിധിവരെ റിച്ചാർഡ് തന്നെയാകാം. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കണ്ടു കാണും, അതിലേക്ക് ചെന്നുപോയി കാണും. ആ കാരണത്താൽ എല്ലാവരും അപകടത്തിൽപ്പെട്ടു. എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോസ്മിക് റേഡിയേഷൻ ലഭിച്ചു കാണും. ഇതേ കാരണത്താൽ ഇവർക്ക് പവർ ലഭിച്ചു. എന്നാൽ ഇവിടെ ഗാലക്ടസ് വന്നതിന് പിന്നിലും ഇതേ കാരണം തന്നെയാകാം. കാരണം ഗാലക്ടസിന്റെ ബേസിക് പവറും കോസ്മിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡിയേഷൻസിനെ സ്പോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കണ്ടെത്താൻ ഗാലക്ടസിന് സാധിച്ചേക്കാം. മേ ബി ആ ഒരു കാരണം കൊണ്ട് തന്നെയാകാം ഇപ്പോൾ ഇവർക്ക് പവർ കിട്ടിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഗാലക്ടസ് ഇവിടെ വരുന്നതും. മേ ബി അതിനെല്ലാം കുറ്റക്കാരൻ താനാണെന്ന് കരുതിയിട്ടാകാം റിച്ചാർഡ് ഈ അവസരത്തിൽ ഇതിങ്ങനെ പറയുന്നതും. ഇവിടെ അതിന് തുടർച്ചയായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നു ആൻഡ് ഹേർഡ്, അവർ അത് കേട്ടു എന്നും. സോ അതോടെ തന്നെ നമ്മുടെ ഈ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ടിന് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ശേഷം ഒരു തൊട്ട് തുടർന്ന് നമ്മൾ കാണുന്നത് ഇതേ ഫാന്റാസ്റ്റിക് ഫോർ തന്നെ സ്പേസിലോട്ട് പോകാൻ പോകുന്നത് തന്നെയാണ്. ഇവർക്ക് പവർ കിട്ടിയതിന് ശേഷമുള്ള സീനാണ്. കാരണം നമുക്കിവിടെ തിങ്ങായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു, മനുഷ്യരൂപത്തിലല്ല. സോ അതുകൊണ്ട് തന്നെ ഗാലക്ടസിന് എതിരായിട്ട് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് എതിരെ എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി തന്നെയാകാം ഇവരിപ്പോൾ സ്പേസിലേക്ക് പോകുന്നതും. ഈ അവസരത്തിൽ അവിടെ ചോദിക്കുകയും ചെയ്യുന്നു നമ്മൾ സേഫ് ആണോ എന്ന്. എന്നാൽ അതിന് മറുപടി എനിക്കറിയില്ല എന്നുള്ളതാണ് റിച്ചാർഡ് ഈ അവസരത്തിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് തന്നെ ഒരു ഐഡിയ ഇല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി. ഇവരെന്തെങ്കിലും വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നു, എന്നാൽ അത് എത്രമാത്രം നടക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയയുമില്ല. ശേഷം തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നതും ഇതേ കാഴ്ച തന്നെയാണ്. റീഡ് എന്തൊക്കെയോ പരിശ്രമിക്കുന്നു, എന്നുള്ളത് വെട്ടിക്കളയുക തന്നെയാണ്. സമയമില്ലേ എന്നും പുള്ളി പറയുന്നുണ്ട്. ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് ഒരു എർത്ത് കത്തി നശിക്കുന്നതായിട്ടും മേ ബി കുറച്ച് ചാൻസ് ഉണ്ട്. ഒന്ന്, ഇവർ സ്പേസിലേക്ക് മുൻപേ പോയത് നമ്മൾ കണ്ടിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ഗാലക്ടസ് നശിപ്പിച്ചു. ഒന്ന്, രണ്ടെന്നുള്ളത് ഇവർ ഗാലക്ടസിന്റെ പിന്നാലെ പോയി എന്താണ് ഗാലക്ടസ് ചെയ്യുന്നു എന്നുള്ളതിനെ കണ്ടെത്താൻ. ആ അവസരത്തിൽ ഇവർ ഗാലക്ടസിന്റെ യഥാർത്ഥ പവർ കാണുന്നതാകാം ഇവിടെ. അഥവാ മറ്റൊരു പ്ലാനറ്റിനെ ഗാലക്ടസ് നശിപ്പിക്കുന്ന സീനാകാം മേ ബി ഈ അവസരത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമതെന്നുള്ളത് ഇവർക്ക് പവർ ലഭിക്കുന്നത് ഇവിടെ നിന്നാകാം. മേ ബി ഒരു ഇൻകേർഷൻ ആവാം ഇതും, അഥവാ ഇവർ ലൈവായിട്ട് ഒരു ഇൻകേർഷൻ കാണുന്നതുമാകാം ഇത്. തുടർന്നുള്ള ഓരോ സീനിലും നമ്മൾ കാണുന്നതും ഇവരുടെ ആ ഒരു ചെറുത്തുനിൽപ്പ് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ സീനിലായിട്ട് ഗാലക്ടസിന്റെ ഒരു നിഴൽ നമ്മൾ കാണുകയും ചെയ്യുന്നു. ശേഷം തുടർന്നുള്ള സീനിൽ നമ്മൾ കാണുന്നത് സിൽവർ സർഫർ ഒരു തീയുടെ ലാവയിൽ നിന്നും പൊങ്ങി വരുന്നത് തന്നെയാകാം. ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഗാലക്ടസിന്റെ ഷിപ്പ് തന്നെയാകാം. മേ ബി ഇവർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഷിപ്പിലേക്ക് വരുന്നതുമാകാം. പറയാൻ കാരണം ഗാലക്ടസിന്റെ ഏറ്റവും വീക്ക്നെസ് അല്ലെങ്കിൽ ഗാലക്ടസിനെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ദ അൾട്ടിമേറ്റ് നള്ളിഫയർ എന്നുള്ള വെപ്പണാണ്. ഈ വെപ്പൺ ഗാലക്ടസിന്റെ ഷിപ്പിൽ തന്നെയാണ് ഗാലക്ടസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും. കാരണം തനിക്ക് ഏറ്റവും അപകടമുള്ള സാധനം വേറെ ആർക്കും കിട്ടരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ. ട്രെയിലറിന്റെ തുറന്നുള്ള സീനിൽ നമ്മൾ കാണുന്നത് പല ഫൈറ്റ് സീക്വൻസുകൾ തന്നെയാണ്. അവർ ഇവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. അഥവാ ഗാലക്ടസ് വന്നു കഴിഞ്ഞു അതിനെതിരായിട്ട് ഇവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോരുത്തരുടെ പവറിനെയും നമ്മളിവിടെ ഇൻഡിവിജ്വലായിട്ട് കാണുകയും ചെയ്യുന്നു. റിച്ചാർഡിന്റെയും ഹ്യൂമൻ ടോർച്ചിന്റെയും സൂവിന്റെ അതേപോലെ തിങ്ങിന്റെയും എല്ലാം തന്നെ. ഏറ്റവും ഒടുവിൽ ഗാലക്ടസിനെ തന്നെയും നമ്മൾ കാണുകയും ചെയ്യുന്നു. ഗാലക്ടസിന് ഒരേ സമയം തന്നെ സൈസിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. മേ ബി അത്തരത്തിലുള്ള ഒരു കാഴ്ചയിലാകാം ഇവിടെ കാണുന്നത്. കുറേയധികം വലുതുമാകാം തീരെ ചെറുതുമാകാം. എന്തായിരിക്കും ഇവരുടെ പ്ലാൻ എന്നുള്ളതിനെ പറ്റിയോ എന്താണ് ഇവരുടെ ഈ സിനിമയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയോ നമുക്കൊരു ഐഡിയ ഇല്ല. എന്നാൽ പോലും ഒരേ ഉറപ്പാണ് സിനിമയുടെ പ്ലോട്ടിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അഥവാ ഈ സിനിമയുടെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മാത്രമേ സീക്രട്ട് വേഴ്സിലെ കാര്യങ്ങൾ നടക്കൂ. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരിക്കാം. ചിലപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ തൻ്റെ ഈ ഒരു എർത്തിനെ ഇവിടെ നിന്ന് മുഴുവനായിട്ടും മാറ്റാനും ശ്രമിച്ചേക്കാം. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരിക്കാം. സോ അതോടെ ഇതിവിടെ അവസാനിപ്പിക്കാം. സോ അതോടുകൂടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ നവൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.